അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കണവ റോസ്റ്റാണ് കേട്ടോ. കണവ എന്ന് പറയും, പിന്നെ കൂന്തളെന്നും പറയാമല്ലോ. ആ കൂന്തൾ റോസ്റ്റും പിന്നെ ഒരു പാലക്ക് ചീരയുടെ ഒരു റെസിപ്പിയും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതുണ്ടാക്കുന്നതിനായി 1 കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത്. ഈ കൂന്തൾ കൊണ്ടുവന്ന വശം തന്നെ വെള്ളത്തിൽ വെച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐസൊക്കെ പോയതിന് ശേഷം ഇനി മുറിക്കാനായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കാണാം. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 മീഡിയം സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കരിവേപ്പിലയും. ഇവിടുത്തെ പച്ചമുളകിന് നല്ല എരിവാണ് കേട്ടോ, അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വാടിക്കിട്ടും. ഇപ്പോൾ സവാള അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നാട്ടിൽ വീണ്ടും മഴ തുടങ്ങിയല്ലേ. ന്യൂസിൽ കാണിക്കുമ്പോൾ പേടിയാവുകയാണ്, കാരണം എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഒക്കെയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. ഇനി തക്കാളി കുക്ക് ആവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനൊരു നുള്ളി ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊള്ളുന്നത് തന്നെയാണ്, എന്നാലും നല്ല എരിവാണ്. പിന്നെ ഇവിടെ മക്കൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമല്ല. ഇനി മസാലയുടെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ 1/2 സ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത് ഞാനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, മോള് ഡ്യൂട്ടിക്ക് പോയതാണ്. കൂന്തൾ മുറിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത്. അതാണ് ഈ കൂന്തളിനൊരു മഞ്ഞ കളറ്. കാരണം മഞ്ഞളിട്ട് കഴുകിയാൽ നല്ല ഫ്രഷ് ആയിരിക്കും എന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് ഫ്രഷ് തന്നെയാണ് കേട്ടോ, എന്നാലും ഞാനൊന്ന് മഞ്ഞളിട്ട് കഴുകിയതാണ്. ഇനി കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം വലിയ കൂന്തൾ തന്നെ ആയിരുന്നു. ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് തീരെ ഇല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. എന്നാലും ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കൂന്തൾ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവുന്നത് വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി കൂന്തൾ അപ്പുറത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഈ അടുപ്പത്തേക്ക് ഞാൻ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചീര ഉണ്ടാക്കാനായി. ഈ അടുപ്പ് എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. കാരണം അവർ ഇതിൽ വന്നപ്പോൾ അവർ കുക്കിംഗ് റേഞ്ച് ഒരു സ്ലാബ് താഴെയുണ്ട്. ആ സ്ലാബിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അതാണ് അവിടെ ഇത് വെക്കാനുള്ള സ്ഥലം കേട്ടോ. അത് കാരണം ഹൈറ്റ് ഇല്ലാത്ത എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇതാ മോള് പാലക്ക് ചീര മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പാലക്ക് ചീരയുടെ ഫോട്ടോ എടുക്കാതിരുന്നത് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂന്തളും അതേപോലെ തന്നെ ചീരയും ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാനുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ വന്നിട്ടുണ്ടാക്കുന്നതാണല്ലോ, അതാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം അന്ന് ഞാൻ വന്ന ഫ്ലാറ്റല്ല, ഇപ്പോൾ അവർ ഫ്ലാറ്റ് മാറിയിട്ടുണ്ട്. കാരണം മോൾക്ക് പോകാനോ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കാരണം മോനും ഇവളും കൂടിയും രണ്ടും 2 ടൈമാണ്. അപ്പോൾ മോന് കൊണ്ടുവിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ചീര നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചീര വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഞാൻ കൈ വെച്ചൊന്ന് ഞരടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അരച്ചെടുത്തിട്ടില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി വഴറ്റി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നും ഉച്ചയ്ക്ക് ഞങ്ങൾ 2 പേരേ ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കാൻ. അവർ രാവിലെ പോയാൽ വൈകിട്ടാണല്ലോ വരിക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൂന്തൽ റോസ്റ്റും മോര് കാച്ചിയതും ചീര തോരനുമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ.
നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൂന്തൽ റോസ്റ്റും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൂന്തൽ റോസ്റ്റിൻ്റെ മുകളിലായി കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി റോസ്റ്റ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ രാത്രി പത്തിരിയിലേക്കും കഴിക്കുന്നത്. നല്ലൊരു അടിപൊളി തന്നെ ആയിരുന്നു ഈ കൂന്തൽ റോസ്റ്റ്. പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ കറി വേറെ ഉണ്ടായിരുന്നു. എന്നാലും ചിക്കൻ കറി നമ്മളെപ്പോഴും കഴിക്കുന്നതാണല്ലോ പത്തിരിയുടെ കൂടെ. പക്ഷേ കൂന്തൽ റോസ്റ്റ് പത്തിരിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പത്തിരിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.